പ്രമേഹം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ കൈകളിലെ വിരലുകളിൽ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്യിപ്പിക്കാനും നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനും എല്ലാം സാധിക്കുന്ന ചില മുദ്രകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുവാനും നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മുദ്രകളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 3 മുദ്രകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ മുദ്ര ഒരിക്കൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പ്രമേഹമുള്ളവർ തീർച്ചയായും ഇത് കണ്ടിരിക്കണം, ഇത് ചെയ്തിരിക്കണം. തീർച്ചയായും നമ്മുടെ ഷുഗർ സ്പൈക്ക് കുറക്കാനും ഹോർമോൺ ബാലൻസ് റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും ഈ മുദ്രകൾ കൊണ്ട് സാധിക്കും. നമസ്കാരം, ഞാൻ സന്തോഷ്. യോഗ വഴിയും നമ്മുടെ ഹെൽത്ത് നാച്ചുറലായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നടത്തുന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ 3 മുദ്രകൾ, ഞാൻ പറഞ്ഞ 3 മുദ്രകൾ ഏതൊക്കെയെന്നല്ലേ? അത് ഒന്ന് സൂര്യമുദ്ര, രണ്ടാമത്തേത് പ്രാണമുദ്ര, മൂന്നാമത്തേത് അപാനവായു മുദ്ര. ഈ 3 മുദ്രകൾ നമ്മൾ സ്ഥിരമായിട്ട് ഓരോ മുദ്രകൾ 15 മിനിറ്റ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡയബറ്റിക്സിൻ്റെ ഇത് വളരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. അപ്പോൾ ആദ്യത്തെ മുദ്ര ഞാൻ കാണിക്കാം. ആദ്യമായി ഞാൻ കാണിക്കാൻ പോകുന്നത് സൂര്യമുദ്രയാണ്. സൂര്യമുദ്ര ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചമ്പളം പടഞ്ഞ് സുഖാസനത്തിൽ നിവർന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു ചെയറിൽ നിവർന്നിരുന്നാലും മതി. ഇപ്പോൾ സുഖാസനത്തിലേക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു ചെയറിൽ നിവർന്നിരിക്കുക. അതിനുശേഷം നമ്മുടെ കൈകൾ മുന്നിലേക്ക് നീട്ടി നമ്മുടെ മോതിരവിരൽ മടക്കുക. മോതിരവിരലുകൾ മടക്കി തമ്പ് കൊണ്ട് നഖത്തിൻ്റെ ഈ പോർഷനിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. വില ഒന്നും കൊടുക്കണ്ട, വളരെ ഫ്രീ ആയിട്ട് പ്രസ് ചെയ്തിരുന്നാൽ മതി. അതിനുശേഷം മുട്ടുകളുടെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നേരെ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യുക വഴി നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ പാൻക്രിയാസ് സ്റ്റിമുലേഷൻ നടക്കും, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് സംഭവിക്കും. ശരീരത്തിലെ ഓവർ ശരീരം തടിയൊക്കെ കുറക്കാനായിട്ട് ഈ മുദ്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടും. അടുത്തത് ഇതൊരു 15 മിനിറ്റ് നമ്മൾ ചെയ്യുക. അതിനുശേഷം അടുത്ത മുദ്രയായ പ്രാണമുദ്ര നമുക്ക് ചെയ്യാം. പ്രാണമുദ്ര ചെയ്യാനായിട്ട് കൈകൾ നേരെ നീട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ചെറുവിരലും മോതിരവിരലും മടക്കി കൊണ്ടുവരും. അതിനുശേഷം നമ്മുടെ തമ്പ് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുക. എന്നിട്ട് അതും ഇതുപോലെ വെച്ചിട്ട് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം ഒരു 15 മിനിറ്റ്. അപ്പോൾ പ്രാണമുദ്ര ചെയ്യുക വഴി നമുക്ക് നമ്മുടെ തളർച്ച മാറുമെന്നല്ലാണ്, നമ്മുടെ ഓക്സിജൻ കുറവ് പരിഹരിക്കാവുന്നതാണ്, നമ്മൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ മുദ്ര വളരെ മെയിനായിട്ടുള്ള മുദ്രയാണിത്. ഈ മുദ്ര അപാനവായു മുദ്ര എന്നാണ് പറയുന്നത്. അപാനവായു മുദ്ര ചെയ്യാനായിട്ട് നമ്മൾ കൈകൾ ഇതുപോലെ നേരെ വെച്ചിട്ട് നമ്മുടെ മോതിരവിരലും മിഡിൽ ഫിംഗറും ആക്കുക. മോതിരവിരലും മിഡിൽ ഫിംഗറും മടക്കി തമ്പുമായി ചേർത്ത് ബാക്കി 2 വിരൽ നേരെ പിടിച്ച് ഇതുപോലെ നമുക്ക് നോർമൽ ശ്വാസോച്ഛ്വാസത്തോടു കൂടി ഒരു 15 മിനിറ്റ് ഇരിക്കാം. അപാനവായു മുദ്ര ചെയ്യുക വഴി നമ്മുടെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 മുദ്രകൾ കോമ്പിനേഷനായിട്ട് നമ്മൾ ചെയ്യുക വഴി നമുക്ക് ഡയബറ്റിക്കിനെ വളരെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതിനായിട്ട് മരുന്ന് കഴിക്കുന്നവർ ഇത് ചെയ്യുന്ന വെച്ച് മരുന്ന് മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുക. ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നവർ അതുപോലെ കൺട്രോൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഈ മുദ്രകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അമിതമായ മരുന്ന് മധുരം നിങ്ങൾ കഴിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡയബറ്റിക്കുമായി കൊണ്ടുപോകുന്നത് അതുപോലെ കൊണ്ടുപോയും അതിനോടൊപ്പം ഈ മുദ്രകൾ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സ്ഥിരമായി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡയബറ്റിക് ലെവൽ വളരെ താഴ്ന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന 100-ൽ താഴെയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലൊക്കെ വേരിയേഷൻ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു 21 ദിവസം ചെയ്യുക. സ്ഥിരമായി നിങ്ങൾ 21 ദിവസം ചെയ്ത ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചുകൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫാസ്റ്റിംഗ് കഴിഞ്ഞുള്ള
ഫാസ്റ്റിങ്ങിലുള്ള ഷുഗറും ഫാസ്റ്റിംഗ് ആഫ്റ്റർ ഫുഡിന് ശേഷം ഉള്ള നിങ്ങളുടെ ഷുഗറുകൾ ലെവലുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. തുടർ വീഡിയോയിൽ ഇതുപോലെയുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമസ്തേ.